ആ എന്തായി ടാങ്കി ക്ലീൻ ചെയ്താ? കഴിഞ്ഞാ? നാളെ നേരത്തെ വരാണെങ്കിൽ കുറച്ച് പരിപാടികളുണ്ട്. ആ പറമ്പൊന്ന് ക്ലീൻ ചെയ്യണം, വണ്ടി ഒന്ന് കഴുകണം. ഓക്കെ അല്ലേ? ശരി. അപ്പൊ കാശ് എന്തെങ്കിലും വേണ്ടേ? എന്നാ ഇത് വെച്ചപ്പോ തൽക്കാലം. ശരി, നാളെ മറക്കണ്ട കേട്ടോ, നേരത്തെ വരാം. രമ്യ ഒന്നൂടെ നിന്നേ. രമ്യ ഒന്നൂടെ വന്നേ. എന്തേ? അത് മുട്ടയാണ്. ഒരു ഓംപ്ലേറ്റ് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു തുറന്നേ. ഓംപ്ലേറ്റ് ഉണ്ടെങ്കിൽ ഇറങ്ങുള്ളൂ. ഇതെന്തത് പച്ചക്കറി മാത്രമേ ഉള്ളൂ? പഴമുണ്ടല്ലോ. ബേക്കറി ഒന്നും മേടിച്ചില്ലേ? അതിനൊന്നും പൈസ തരില്ല. പിന്നെ രാവിലെ മുതൽ ഇവിടുന്ന് എടുക്കാൻ ഇറങ്ങിണ്ടായിരുന്നത് കഞ്ഞി പറഞ്ഞിട്ട്. ലിപ്സ്റ്റിക്കോ? അടുത്ത ദിവസം വാങ്ങിക്കുക. എന്നും അങ്ങനെ പോകണ്ടല്ലോ ഇതിന്റെ ഉള്ളിൽ നിന്ന് പണിക്കാന്നും പറഞ്ഞിട്ട്. ഇവിടെ എന്ത് തേങ്ങണം കൂടെ കൊണ്ടിരുന്നത്? നോളെ കിട്ടും. കല്യാണത്തിന് പോകുമ്പോ ലിപ്സ്റ്റിക് വേണ്ടേ? ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾക്ക് ലിപ്സ്റ്റിക് വേണമെന്ന്. കുറച്ച് കൂലി കുറവാന്ന് കിട്ടിയത് അതുകൊണ്ടാ മേടിച്ചു. പിന്നെ എന്തിനാ അതിൽ പോവാൻ നിക്കണെന്നാ? കൂലി കുറവാണെങ്കിൽ കൂലിയുള്ള ജോലിക്ക് പോയിക്കൂടെ? എന്നും കാണാൻ അങ്ങനെ കെട്ടി ഒരുങ്ങിട്ട് 8 മണിയാവത്തിന് പോവാണ് കണ്ടിട്ട് പോണ്. ഒരു കാര്യമില്ലാതെ. ലോകത്ത് എത്ര മനുഷ്യന്മാരുണ്ട് പണിക്ക് പോയിട്ട് കുടുംബം നോക്കുന്നത്. അവിടെ പറയിക്കണ്ട. പച്ചക്കറി മേടിച്ചിട്ട് വെള്ളം വെച്ചിട്ട് കുടിച്ചോ. രാവിലെ ഇവിടെ ഇറങ്ങിക്കോളും. 8-8 മണിയാകുമ്പോൾ ഇതിലൊക്കെ തിന്നാളെ തിന്നിട്ട് എന്നിട്ട് വൈകുന്നേരം വന്നാ കൂലിയില്ല, ഒരു കുന്തുമില്ല. ഹോ, ഇങ്ങനെ ഒരു നാശത്തിനാണല്ലോ എന്റെ വീട്ടുകാരെ കൊടുത്ത് എന്റെ തലയെ കെട്ടി വെച്ചത്. എത്ര നല്ല കല്യാണാലോചന വന്നതാ, എന്നിട്ട് കിട്ടിയതൊരു മുരങ്ങോടനെ. നാശം. മക്കളും കണ്ടു പഠിക്കുന്നതാണല്ലോ. പിന്നെ ലിപ്സ്റ്റിക് ഇല്ലാണ്ടെങ്ങാനും കേറി വന്നിട്ടുണ്ടെങ്കിലോ കാണിച്ചു തരണ്ട് ഞാന്. മറ്റാരോ ചന്തയ്ക്ക് പോയ പോലെ എന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. എന്ന് പോയാലും ഇങ്ങനെയൊക്കെ തന്നെ. എത്തിയാ? ബാക്കില് കൈക്കോട്ട് വെച്ചിട്ടുണ്ട്. അവിടെ നിർത്തിട്ട് ആ പറമ്പൊക്കെ ഒന്ന് വെച്ചത് മിനിക്ക് ഫുള്ള് കാട് പിടിച്ചെടുക്കുക. പിന്നെ ചക്ക പഴുത്ത് കഴിഞ്ഞാല് ഒന്ന് കയറി ഇടണം കേട്ടാ. ശരി, ബാക്കിലുണ്ടേ. വേറെ അവിടെ ഉണ്ട്.
ആ അതെ, നാളെ ഞാൻ ഉണ്ടാവില്ല. അപ്പോ ആ കാറൊന്ന് കഴുകിരണം കേട്ടാ. അതല്ല കാലിനെ തച്ച്, അത് ഇന്നലെ ഉണ്ടല്ലോ, അത് ചോദിക്കാൻ മറന്നു. ഈ കാലിനൊന്നും വയ്യെങ്കി പിന്നെ എന്തിനാ അങ്ങോട്ട് വരാൻ നിൽക്കുന്നത്? എന്താ ചെയ്യാ, പൈസ വേണ്ടേ, അരി മേടിക്കണ്ടേ മുതലാളി. ആ നോക്ക്, കാലൊക്കെ ശ്രദ്ധിച്ചിട്ട് നോക്ക്. ശരി. ആ നാളെ കഴുകിടാൻ മറക്കട്ടെ. ആ രമ്യ, ആ എന്റെ വല്ല വെള്ളമോ ചായ എന്തെങ്കിലും വേണമെങ്കിൽ എടുത്തു കുടിച്ചോ. എനിക്ക് പോകാൻ നേരമില്ല. അതൊന്നുമില്ല. പിന്നെന്താ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാം എനിക്ക്? ഇവിടെ ദിവസം തന്നെ ബാക്കിയുള്ളവർക്ക് ഓർമ്മയില്ല. പിന്നെ പ്രത്യേകത നിങ്ങളെ കെട്ടിക്കൊണ്ടെന്ന് വന്നതിന് ശേഷം ഇവിടെ ദിവസവും ഇല്ല, മാസവും ഇല്ല, ഒരു ഗുണവുമില്ല. ഈ ദിവസവും മാസവും കണങ്ങൾ കുണപ്പിക്കാനാണ് എന്നെ വിളിച്ചെത്തിയത്. ഇന്ന് നമ്മുടെ വിവാഹ വാർഷികമാണ്, ഓർമ്മയുണ്ടോ നിനക്ക്? ആ കഴിഞ്ഞ ദിവസം നിന്നായിരുന്നു. നിങ്ങളെ തന്നെ ഇവിടെ ഓർക്കാൻ നേരില്ല. പിന്നെ നിങ്ങളുടെ വിവാഹ വാർഷികം പോയി 10-15 കൊല്ലായി. ഇതെന്താ? ഇത് കിട്ടുന്ന കൂലിന്ന് മിച്ചം പിടിച്ച് ചെറിയ സ്വർണ്ണാണ്. സ്വർണ്ണം? അപ്പൊ നിങ്ങൾക്ക് എന്നോട് സ്നേഹമൊക്കെ ഉണ്ടല്ലേ? കിറ്റിനെ മിറ്റം പിച്ചിട്ട് ഉണ്ടാക്കിയതാ പതി. ഓടുന്നു നാശം. കിറ്റിനെ മിറ്റം പിടിച്ചിട്ട് ഉണ്ടാക്കാൻ ഇത് 4 ദിവസം പോലും പണിയെടുക്കണ്ട. എന്തിനും പറഞ്ഞ ബുദ്ധി പോലെ ഇരിക്കും. പറഞ്ഞ മനസ്സിലാവൂ, അതുമില്ല, ഇങ്ങനെ ഇരിക്കും. മൂക്കുത്തിയും കൊണ്ട് ഇറങ്ങിയിരിക്കാം. പോയി ഒരഭിനയമായിട്ട് നടക്കാവൂ അല്ലേ?
ഏയ് ഏയ് ഏട്ടാ ചേട്ടാ ചേട്ടാ